ഹായ് ഓൾ, വെൽക്കം ടു എയ്സ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. നമ്മളിന്ന് കറണ്ട് അഫെയർസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2025 ഓഗസ്റ്റ് 2 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിൻ്റെ ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ, അതായത് ഈ 2025 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൽ ചോദിച്ച പല ചോദ്യങ്ങളും, പല കറണ്ട് അഫെയർസ് ചോദ്യങ്ങളും ഇതേ വർഷം തന്നെ വിവിധ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യ ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഓഗസ്റ്റ് 2 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം വളരെ ഈസി ആയുള്ള ചോദ്യമാണ്. ചോദ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? അല്ലേ, 2025 ജൂൺ 6 കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ 2025 ജൂൺ 6 നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം രാജ്യത്തിന് സമർപ്പിച്ചത്. അല്ലേ, അത് ഏത് കമാന പാലമാണ്? ആ പാലം, അതിൻ്റെ പേരെന്താണ്? ചിനാബ് റെയിൽവേ പാലം എന്നാണ്. അല്ലേ, ചിനാബ് റെയിൽവേ പാലം എന്നാണ് ആ ഒരു പാലത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതേ ചോദ്യം തന്നെ, ഇതേ ആൻസർ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 2025 തന്നെ വിവിധ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കി നോക്കാം. നിങ്ങൾക്ക് വരുന്ന ഘട്ടം ഓഗസ്റ്റ് 9 എക്സാം എഴുതുന്ന ജില്ലക്കാർക്ക് ഇതിൻ്റെ അനുബന്ധ വസ്തുതകൾ പഠിക്കാൻ ഏറ്റവും സഹായകമായിട്ടുള്ള മാർഗമാണ്. സോ അതുകൊണ്ട് തന്നെ ആ എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും ഈ ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നോക്കി നോക്കാം. ഇതെന്താണ്? 92/2025 പോലീസ് ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? അല്ലേ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം 92/2025 പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ചോദിച്ച, കണ്ടോ ആ ഒരു ഫോക്കസ് മേഖല കണ്ടോ? ഈ ഒരു ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ റെയിൽവേ പാലം, ചിനാബ് പാലത്തെക്കുറിച്ച്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭാഗം നിർബന്ധമായിട്ടും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ തീർച്ചയായിട്ടും പഠിച്ചു പോകണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം എന്നതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്, ജമ്മു കാശ്മീരിലെ ചിനാബ് പാലമാണ്. അല്ലേ, ചിനാബ് പാലമാണ്. ഇനി അടുത്തൊരു എക്സാമിലെ ചോദ്യം ചിനാബ് പാലവുമായി ബന്ധപ്പെട്ട് 84/2025 ഫയർമാൻ +2 ലെവൽ യോഗ്യതയുള്ള ഫയർമാൻ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ചിനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അല്ലേ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. റിസി ജില്ലയിലെ ഭാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു 359 മീറ്റർ. ഈ നമ്പർ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. അതുകൊണ്ട് ഈ ഉയരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ നദീതടം ഉണ്ടല്ലോ, ചിനാബ് നദീതടം ഉണ്ടല്ലോ, ആ നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരമാണ് ആർക്കുള്ളത്? ഈ പറയുന്ന പാലത്തിനുള്ളത്. അതുപോലെ ബരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കാണ്. സോ ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെ, ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ചിനാബ് പാലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾ അടുത്ത ഘട്ട പരീക്ഷ അല്ലെങ്കിൽ വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് പോകുമ്പോൾ ഈ ചിനാബ് പാലത്തെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കുക. ഇനി സെയിം കണ്ടോ, നമ്മുടെ ചിനാബ് പാലത്തെക്കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 72/2025 ബോട്ട് ഡ്രൈവർ എന്ന് പറയുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ
തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചിനാബ്. ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലാണ്. ചിനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിക്ക് കുറുകെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിനാബ് പാലം അല്ലേ, സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള ചിനാബ് അല്ലേ, ആ നദിക്ക് കുറുകെയാണ് ആക്ച്വലി സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള ചിനാബ് നദിക്ക് കുറുകെയാണ് ആക്ച്വലി എന്ത് നിർമ്മിച്ചിട്ടുള്ളത്, ഈ റെയിൽവേ പാലം നിർമ്മിച്ചിട്ടുള്ളത്. സത്ലജ് ആണോ? സത്ലജ് സിന്ധുവിൻ്റെ പോഷക നദിയാണെങ്കിലും അതിന് കുറുകെയാണോ? അല്ല, ചിനാബ് നദിക്ക് കുറുകെയാണ് ഈ പറയുന്ന ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഓപ്ഷൻ 4 തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ 4 തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് ഇനി മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ASM എക്സാമിൽ, അതായത് ഓഗസ്റ്റ് 2 നടന്ന ASM എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആരൊക്കെയാണ്? പ്രധാനമായിട്ടും 4 താരങ്ങൾക്കാണ് ഈ വർഷത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഗുകേഷ് ഡി ആണ്, മറ്റൊന്ന് ഹർമൻപ്രീത് സിംഗ് ആണ്, മറ്റൊന്ന് പ്രവീൺ കുമാർ ആണ്, അത് കഴിഞ്ഞാൽ മനു ഭാക്കർ ആണ്. ഇവരുടെ മേഖല കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗുകേഷ് ഡി ആണെങ്കിൽ ചെസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ചെസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഗുകേഷ് ഡി എന്ന് പറയുന്നത്. ഇനി ഹർമൻപ്രീത് സിംഗ് എന്ന് പറയുന്നത് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പ്രവീൺ കുമാർ ആണെങ്കിൽ അത്ലറ്റിക്സ് ആണ്. മനു ഭാക്കർ ആണെങ്കിൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വനിതയാണ്. ഈ പാരീസ് ഒളിമ്പിക്സിൽ 2 ബ്രോൺസ് മെഡൽ നേടിയ താരമാണ് മനു ഭാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ഈ 4 പേരും എന്താണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ജേതാക്കളാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ധ്യാൻചന്ദ് പുരസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ ഡി ഗുകേഷ് എന്നാണ് 2025 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവാണ്. ഡി ഗുകേഷ് അദ്ദേഹം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച ഇന്ത്യക്കാരനാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തുന്നത്. 83/2025 സെയിൽസ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയിൽ ചോദിച്ച ഡി ഗുകേഷുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് വിജയിച്ച യുവതാരത്തിന്റെ പേരെന്താണ്? ഡി ഗുകേഷ് അല്ലെങ്കിൽ ദൊമ്മരാജു ഗുകേഷ് എന്നാണ്. അദ്ദേഹമാണ് 18ാമത് ലോക ചെസ് ചാമ്പ്യൻ എന്ന് പറയുന്നത്. അതായത് ഡിങ് ലിറാനെ തോൽപ്പിച്ചുകൊണ്ടാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആര് നേടുന്നത്? നമ്മുടെ ഡി ഗുകേഷ് എന്ന് പറയുന്ന ദൊമ്മരാജ് ഗുകേഷ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ നേടുന്നത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത ചോദ്യങ്ങൾ റിപ്പീറ്റായി വരുന്നുണ്ട്. സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡി ഗുകേഷിനെ കുറിച്ചും അതുപോലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തെക്കുറിച്ചും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചേ പോകാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ഉണ്ടല്ലോ, അതിൽ വിജയിക്കുന്ന ആളാണ് ഈ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്തുക. ഓക്കെ, ആ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിച്ചിട്ടാണ് ഡി ഗുകേഷ് ഡിങ് ലിറാനെ നേരിടാൻ വേണ്ടി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്തുന്നത്. അങ്ങനെ ചൈനയുടെ ഡിങ് ലിറാനെ തോൽപ്പിച്ചുകൊണ്ട് 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായിട്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായിട്ട് ആര് മാറാണ്? ദൊമ്മരാജ് ഗുകേഷ് മാറാണ്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മേഖലയിൽ അതുകൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആൻസർ ഏതാണ് വരിക? ഡി ഗുകേഷ് ആണ് ആൻസർ ആയിട്ട് വരിക. സെറ്റാണല്ലോ? സോ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? അത് ഡി ഗുകേഷ് എന്ന് പറയുന്ന ഇന്ത്യൻ ചെസ് ചാമ്പ്യനാണ്. ഓക്കെ, ആരെ തോൽപ്പിച്ചുകൊണ്ടാണ്? ചൈനക്കാരനായിട്ടുള്ള ഡിങ് ലിറനെ തോൽപ്പിച്ചുകൊണ്ടാണ്
ഇത് 79/2025 LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം 2025 ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം ചോദിച്ച ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ട് തന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ മേഖല ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം വീണ്ടും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാവ് ആരാണ്? ഗുകേഷ് ഡി. മനു. ജേതാക്കൾ അല്ലാത്തത് ആരാണ്? ഓക്കെ, ഇതിൽ നേരത്തെ നമ്മുടെ ASMൽ എന്താ ചോദിച്ചത്? ASMൽ ചോദിച്ചത് ഇതിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത് അല്ലേ? ഉൾപ്പെട്ടത് ആരൊക്കെയെന്നാണ് ചോദ്യം. എന്നാൽ നമ്മുടെ പരീക്ഷ ഏതാണ്? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൽ ഈ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം 2025 നടന്ന 57/2025 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ പരീക്ഷയിൽ എന്താണ് നമ്മുടെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഇതിൽ ഗുകേഷ് ഡി ഉണ്ട് അല്ലേ? ചെസ് താരമുണ്ട്. മനു ബാക്കർ ഷൂട്ടിംഗ് താരമാണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീം അംഗമാണ്. സുഖജിത് സിംഗ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉൾപ്പെടാത്തത് ആരാണ്? ഈ സുഖജിത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ഉൾപ്പെടാത്ത വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖജിത് സിംഗ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം നമ്മുടെ ISRO പോലെയുള്ള നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഗഗൻയാനുമായി ബന്ധപ്പെട്ട് സുനിത വില്യംസ് തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആദ്യ ചോദ്യം നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2025 ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: നാസയിലെ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. ഏത് വാഹനത്തിലായിരുന്നു അവർ തിരിച്ചെത്തിയെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന വാഹനത്തിലാണ്. ഏതാണ്? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന വാഹനത്തിലാണ് അവർ തിരിച്ചെത്തിയിട്ടുള്ളത്. ഓക്കെ, സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന വാഹനത്തിലാണ് അവർ തിരിച്ചെത്തിയിട്ടുള്ളത്. ഓക്കെ, 9 മാസക്കാലം എന്ന് പറയുമ്പോൾ കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ 286 ഡേയ്സ് കേട്ടോ. 286 ദിവസത്തിന് ശേഷമാണ് അവർ തിരിച്ചെത്തുന്നത്. എന്നാണ് തിരിച്ചെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മാർച്ച് 18 കേട്ടോ. 2025 ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മാർച്ച് 18 ഈ സുനിത വില്യംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്പെഷ്യലായിട്ടൊരു വിശേഷണമെല്ലാം സുനിത വില്യംസിന് കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യമെല്ലാം അടുത്തിടെ PSC പരീക്ഷയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുനിത വില്യംസ്. ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഭാഗം മാത്രമല്ല, ബഹിരാകാശ വിക്ഷേപണങ്ങളെക്കുറിച്ച് സ്പേഡെക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഗഗൻയാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നേട്ടങ്ങളും ലോകതലത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് നിരന്തരം ചോദിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കി നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? വുമൺ CPO എക്സാമിൽ 91/2025 വുമൺ CPO എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ആരാണ്? ആൻ മക്ലെയിനും നിക്കോൾ അയേഴ്സിനൊപ്പമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയത്. ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഇതിലേതാണ് ആൻസർ എന്ന് പറയുന്നത്? 3 മാത്രമാണ് ശരി എന്ന് പറയുന്നത് കേട്ടോ. 3 മാത്രമാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും അതുപോലെ തന്നെ
ബുച്ച് വിൽമോറും എന്ത് ചെയ്ത് ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് 3 മാത്രമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ഇവിടെ ഈ 2 പേരുണ്ടല്ലോ, ഇവർ 2 പേരല്ല, ഒരു അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു റഷ്യൻകാരനും പിന്നെ ഒരു നിക് ഹേഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവർ 2 പേരുമാണ് ഇവരെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ പറയുന്ന 2 പേരല്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇവിടെ 3 മാത്രമാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് ഈ ഒരു ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് ആദിത്യ L1. കുറച്ച് പഴകിയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. കാരണം 2023 ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിരുന്നു ആദിത്യ L1ൻ്റെ വിക്ഷേപണം. അതുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി എന്നാണ് പറയുന്നത്. ഇത് 86/2025 പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആദിത്യ L1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജി തന്നെയാണ്. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമാണ്. അതുപോലെ ഈ ദൗത്യത്തിൽ 7 പേലോഡുകളുണ്ട്. അത് സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതും ശരിയാണ്. അതുപോലെ ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് 2023 സെപ്റ്റംബർ 2. PSLV-C 57 റോക്കറ്റിലാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ സൂര്യനിൽ നിന്നല്ല, ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ, ആ ഒരു ലഗ്രാഞ്ച് പോയിന്റ്, L1 പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ആണ് ലഗ്രാഞ്ച് പോയിന്റ് എന്നാണ് L1 പോയിന്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ അതിലേക്കുള്ള അകലം നിരന്തരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ അല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ L1 പോയിന്റ് അഥവാ ലഗ്രാഞ്ച് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റോങ് ആണ്. സൂര്യനിൽ നിന്നല്ല, മനസ്സിലായോ? സൂര്യനിൽ നിന്നല്ല, എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ് 1.5 മില്യൺ 1.5 മില്യണോ അല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ആദിത്യ L1 സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിലച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു 2024 ജനുവരി 6 ആ L1 പോയിന്റിൽ നമ്മുടെ ആദിത്യ L1 എത്തിയത്. 2024 ജനുവരി 6. അപ്പോൾ ഇതും ബഹിരാകാശ നേട്ടവുമായി ബന്ധപ്പെട്ട റീസെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ബഹിരാകാശ നേട്ടവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ്, സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഏതാണ്? സ്പേസ് എക്സ് ആണ് കേട്ടോ. സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത് സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ പേടകം, ആ ഒരു സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വുമൺ CPU എക്സാമിൽ ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് കേട്ടോ. അടുത്തത് വളരെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടവുമായി ബന്ധപ്പെട്ട ഫയർമാൻ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണ്? ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര് അല്ലേ? നമ്മൾ പറഞ്ഞു സ്പെയ്ഡെക്സ് അല്ലേ? സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. എന്താണ് സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ദൗത്യത്തിന്റെ പേര്. ഓക്കെ, ഫുൾ നെയിം എന്ന് പറയുന്നത് എന്താണ്? സ്പെയ്ഡെക്സ്, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. സോ ഇതാണ് ആ ഒരു ഡോക്കിംഗ് അൺഡോക്കിംഗ്. നിങ്ങൾ എന്താ പറയുക, ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന മൂവിയെ കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡോക്കിങ്ങിനെ കുറിച്ചും അൺഡോക്കിങ്ങിനെ കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. സോ സ്പെയ്ഡെക്സ് മിഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡോക്കിങ്ങും അൺഡോക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സ്പെയ്ഡെക്സ് മിഷൻ ക്ലിയർ ആണല്ലോ. ISROയുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഇന്ത്യക്ക് ബഹിരാകാശ നിലയം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ അതിൻ്റെ ഒരു ചവിട്ടുവടിയാണ് ഈ സ്പെയ്ഡെക്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശ ചിലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്?
പെഗ്ഗി വിൽസൺ ആണ് കേട്ടോ. പെഗ്ഗി വിൽസൺ ആണ് സെക്രട്ടറി ടോയെ അല്ലേ. ഇപ്പം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടാവും. സോ ആ സെക്രട്ടറി ടോയെ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഈ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി അതാരാണ്? പെഗ്ഗി വിൽസൺ ആണ്. സോ ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ച് റീസെൻ്റ് ആയുള്ള പരീക്ഷകൾ നിരന്തരം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ റീസെൻ്റ് ആയിട്ട് പല പരീക്ഷകളിലും ഈ ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ച് ചോദ്യം നന്നായിട്ട് വരുന്നുണ്ട്. അത് ഇന്ത്യയിലാണെങ്കിലും ആഗോളതലത്തിലാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ റീസെൻ്റ് ആയുള്ള മിഷൻസ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത പരീക്ഷയിൽ അതൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഏതൊക്കെയാണ്? XDX-1 XDX-2 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അത് മനസ്സിലാക്കുക. ഈ ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിരാകാശം വെച്ചിട്ട് 2 സാറ്റലൈറ്റ് എന്ത് ചെയ്യണം? ഇങ്ങനെ കൂട്ടിമുട്ടിക്കണം. ഡോക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന മൂവി കണ്ട ആൾക്കാരാണെങ്കിൽ ആ ഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു സീൻ നിങ്ങൾക്ക് മേ ബി ആ മനസ്സിൽ വരുന്നുണ്ടാവും. സോ ആ ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ കൂട്ടിമുട്ടുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുക. ഇത് റിലീസ് ചെയ്യുന്നതിനാണെന്ന് പറയാം നമ്മൾ അൺഡോക്കിംഗ് എന്ന് പറയുക. സോ 2 സാറ്റലൈറ്റ് ഉണ്ടായാലാണല്ലോ ഈ കൂട്ടിമുട്ടൽ നടക്കുക. സോ അതിനെ പറയുന്ന പേരാണ് XDX-1 XDX-2. അതിൽ ഒരു സാറ്റലൈറ്റിനെ പറയുന്ന പേരാണ് XDS-1. ചേസർ അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയാറുണ്ട്. ചേസറും ടാർഗറ്റ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ XDX-01 XDX-02 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് വീണ്ടും മനുഷ്യനെ ബഹിരാകാശത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. +2 ലെവൽ എക്സാം ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൽ ചോദിച്ചൊരു കറണ്ട് അഫെയർ ആണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരെന്താണ്? ഗഗൻയാൻ ആണ് അല്ലേ. ഗഗൻയാൻ ആണ്. 2025 ഓഗസ്റ്റ് 6 നടന്ന ഫിസിക്കൽ സയൻസ് എക്സാമിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആസ്ട്രോനോട്ട്സ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ഇന്ത്യക്കാരനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ഫിസിക്കൽ സയൻസ് HSA ഫിസിക്കൽ സയൻസ് എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇനിയും ഈ ഗഗൻയാനുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെയും ആഗോളതലത്തിലുള്ള ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ വരാം. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് ഈ ചോദ്യമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിയാണ് ശുഭാൻഷു ശുക്ല. നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാൻഷു ശുക്ല എന്താണ്? ആക്സിയോം 4 എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ട് നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ചിട്ടുള്ള ആ മിഷന്റെ ഭാഗമായിട്ട് ശുഭാൻഷു ശുക്ല എന്ത് ചെയ്തു? അദ്ദേഹം ബഹിരാകാശത്തേക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. നിങ്ങൾ വിചാരിക്കും രാകേഷ് ശർമ്മയ്ക്ക് എന്ത് റോളാണ്? രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്കാണ് പോയിട്ടുള്ളത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയിട്ടില്ല. സോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെങ്കിൽ ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളൂ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയിട്ടില്ല. സോ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് ശുഭാൻഷു ശുക്ല. LP സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 40/2025 ആ ഒരു എക്സാമിൽ ചോദിച്ച ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ് ശുഭാൻഷു ശുക്ല. അപ്പോൾ ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആക്സിയോം 4 മിഷന്റെ ഭാഗമായിട്ട് ഏതാണ് മിഷൻ? ആക്സിയോം 4. നാസയും ഇന്ത്യയും സഹകരിച്ച് നടത്തുന്ന ആക്സിയോം 4 മിഷന്റെ ഭാഗമായിട്ടാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ സാധ്യതയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തെ ഏത് നാട്ടുകാരനെ കുറിച്ചെന്നൊക്കെ അറിഞ്ഞിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് ചോദ്യം എന്താണ്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക്
എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന പേരിലാണ്. ഓപ്പറേഷൻ സിന്ധു. ഓക്കെ, ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറാനും ഇസ്രായേലും റീസെൻ്റ് ആയിട്ട് പല കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ റീസെൻ്റ് ആയിട്ട് നമ്മുടെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ എന്താണ് അവർ ഭീകരാക്രമണം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ തിരിച്ചടിച്ച ഒരു ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ പല നടപടികളും ഇന്ത്യ എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നടപടിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതൊക്കെയാണ്? 2 ഡാമാണ്. ഒന്ന് ബക്രാനെങ്കിലും മറ്റത് സർദാർ സരോവറും. ഓക്കെ, 1ഉം 3ഉമാണ്. സർദാർ സരോവറും ബക്രാനെങ്കിലുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉമാണ്. 97/2025 അതായത് ഓഗസ്റ്റ് 2 നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ബക്രാനെങ്കിലും സർദാർ സരോവറുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിരന്തരം ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഇനിയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? ഇത് ഇസ്രായേൽ ഹമേസ്, അത് ഇന്ത്യ നടത്തിയ മറ്റൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. കുറച്ചു കാലമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇറാനും ഇസ്രായേലും കോൺഫ്ലിക്റ്റ് നടക്കുന്നത് പോലെ തന്നെ കുറച്ചു കാലമായിട്ട് ഇസ്രായേലും ഹമാസും സംഘർഷം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഞാൻ ഓപ്പറേഷൻ എന്ന രീതിയിൽ പറഞ്ഞു പോയതാണ്. ഓപ്പറേഷൻ സിന്ധു പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ സിന്ധു ആണെങ്കിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓപ്പറേഷൻ അജയ് ആണെങ്കിൽ ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലവർക്ക് അറിയുന്നുണ്ടാവും, പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ച ആ സൈനിക നീക്കത്തെ പറയുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? അത് ഉപയോഗിച്ച ആ ഒരു വ്യോമയാന സംവിധാനത്തിൻ്റെ പേരെന്താണ്? അത് മറ്റൊരു ചോദ്യമാണ്. S-400 ട്രയംഫ് എന്നാണ് ആ ഒരു സംവിധാനത്തിൻ്റെ പേര്. ഓക്കെ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന സംവിധാനത്തിൻ്റെ പേരെന്താണ്? S-400 ട്രയംഫ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചോദ്യം വരുന്നുണ്ട്. ഇത് LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൽ ചോദിച്ച 79/2025 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി വരുന്ന എക്സാമിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അടുത്ത ചോദ്യം, ഇതെന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ. അത് മറ്റൊരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിന് സഹായമേകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓക്കെ, മനസ്സിലാക്കുക കേട്ടോ. ഓപ്പറേഷൻ സിന്ധു എന്തായിരുന്നു? ഇസ്രായേലും ഇറാനും കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനാണ് ഓപ്പറേഷൻ സിന്ധു പറയുന്നത്. ഇനി ഓപ്പറേഷൻ സിന്ദൂർ എന്താണ്? പഹൽഗാം അറ്റാക്കിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതുപോലെ ഓപ്പറേഷൻ ബ്രഹ്മയാണെങ്കിൽ ഈ മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് അടിയന്തര മാനുഷിക സഹായം ഇന്ത്യ നൽകിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. പിന്നെ ഓപ്പറേഷൻ അജയ്, അത് കുറച്ച് പഴകിയ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ, അതായത് ഇസ്രായേലും ഹമാസും കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യമായിരുന്നു ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ഇനി
നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ 2 വനിതാ സൈനിക ഓഫീസർമാരെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ലബോറട്ടറി അസിസ്റ്റൻറ്റുമായി 68/2025 ഡിസ്ട്രിക്ട് വൈസ് നടന്ന ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ്. ഓക്കെ, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ട് പത്രസമ്മേളനം നടത്തിയ 2 ഇന്ത്യൻ വനിതാ സൈനിക ഓഫീസർമാർ ആരൊക്കെയാണ്? സോഫിയ ഖുറൈഷിയും വ്യോമിക സിംഗുമാണ്. കണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ ഭാഗമായിട്ടുള്ള സൈനിക നടപടികളെക്കുറിച്ചും പിന്നെ നമ്മൾ S-400 ട്രയംഫ് എന്ന് പറയുന്ന സുദർശൻ ചക്ര എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പല ഓപ്പറേഷൻസ് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അല്ലേ? സിന്ദൂരം മായ്ഞ്ഞവർക്ക് വേണ്ടി അല്ലേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു തലക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറാണ് ഇന്ത്യ നടത്തിയ ആ ഒരു സൈനിക ഓപ്പറേഷൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബജറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലാ സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചതോട് കൂടിയിട്ട് ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്ന നേട്ടം ആര് കൈവരിക്കുകയാണ്? നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആ ഒരു നേട്ടം കൈവരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ തവണ 8 തവണയാണ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു 3ാം മോദി സർക്കാരിൽ നമ്മുടെ ധനകാര്യമന്ത്രി എന്ന് പറയുന്ന പദവി ആ ഒരു 5 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡ് ആര് മറികടക്കുന്നതാണ്? നിർമ്മലാ സീതാരാമൻ മറികടക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് മൊറാർജി ദേശായിയുടെ പേരിലാണ്, 10 എണ്ണം. അതിന് തൊട്ടടുത്തെത്തി ഈ ഒരു 5 ടേം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്ന റെക്കോർഡ് ആര് സ്വന്തമാക്കും? അത് നിർമ്മലാ സീതാരാമൻ സ്വന്തമാക്കും. ഈ തുടർച്ചയായതും നിർമ്മലാ സീതാരാമനാണ്. ഈ ഒരു 5 ടേം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്ന ആ ഒരു നേട്ടം കൂടി നിർമ്മലാ സീതാരാമന് സ്വന്തമാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം അതായിരുന്നില്ല. ചോദ്യം എന്താണ്? അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിൽ ചോദിച്ച ചോദ്യമാണ്. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ഗുരജട അപ്പറാവു എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകളാണ്. ഗുരജട അപ്പറാവു എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകളാണ് ഈ വാക്കുകളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചോദ്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് ഒരു ലെങ്തി ക്ലാസ് അല്ല. നമ്മൾ ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് നൽകുന്നൊരു ക്ലാസ്സാണ്. പ്ലസ് നിങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ പല വിയോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ്, MT വാസുദേവൻ നായർ, മാർപ്പാപ്പ, പുതിയ മാർപ്പാപ്പയെക്കുറിച്ച് ചോദ്യങ്ങൾ വരാം. പാമ്പൻ പാലത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുന്നതാണ് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ റീസെൻ്റായ എക്സാമിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിൽ 16ാം ധനകാര്യ കമ്മീഷൻ അല്ലേ, അതിൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗിരിയെക്കുറിച്ചാണ് ചോദിച്ചത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്, അതുപോലെ സഞ്ജയ് മൽഹോത്ര പോലെ RBI ഗവർണർ, പ്രധാനപ്പെട്ട പല അപ്പോയിൻമെൻറ്റ്സും റീസെൻ്റ്ലി നടന്നിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോയിൻമെൻറ്റ്സ് പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാലോ അപ്പോയിൻമെൻറ്റ്സും സാഹിത്യ അവാർഡുകളും നൊബേലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മളത് ഫോക്കസ് ഏരിയ ആയിട്ട് തന്നെ കാണാം. മേ ബി ചോദിക്കാതിരിക്കാം. എന്നാൽ കൂടി എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ അതൊരു ഫോക്കസ് ഏരിയ ആയിട്ട് കണ്ടു തന്നെ പഠിക്കണം. പിന്നെ ചലച്ചിത്ര അവാർഡുകൾ 70ാമത് ദേശീയ അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ വേണം. പിന്നെ ഈ ടോപ്പിക്സ് ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്സൊക്കെ നന്നായിട്ട് അതിൻ്റെ
to Z പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പറ്റുള്ളൂ. സോ ആ ഫോക്കസ് ഏരിയാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം കുറച്ച് സ്പീഡിലാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു എളുപ്പത്തിൽ എല്ലാവരും ഒരു ഫാസ്റ്റായിട്ട് മാക്സിമം കവർ ചെയ്യാനുള്ളൊരു തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു മോഡിൽ നമ്മൾ പോയത്. തീർച്ചയായിട്ടും ഈ മേഖലകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ പല കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുമായിട്ട് ഞാൻ ഇനിയും വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഈ വീഡിയോ ഉപകാരമാകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും